ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി സ്തുതിക്കുവാനും വാഴ്ത്തപ്പെടുത്തുവാനും ഇടയാക്കിയ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എലോഹിൻ മിനിസ്ട്രിയുടെ എല്ലാ അംഗങ്ങൾക്കും, എല്ലാ വിശ്വാസികൾക്കും, സർവമതക്കാർക്കും, സർവവിശ്വാസികൾക്കും, സർവജാതിക്കാർക്കും ഭേദമന്യേ എല്ലാവർക്കും വേഗം വരുന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അർപ്പിക്കുക. ഹല്ലേലൂയ. ഇന്ന് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 3 സംഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ളത്. ആ വചനത്തിൽ നിന്നാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. 3 വ്യത്യസ്ത അനുഭവമുള്ള ആൾക്കാർ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ വചനത്തിലേക്ക് ധ്യാനിക്കാം. നല്ലവനും വിശ്വസ്തനും നീതിമാനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, ഈ വചനത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്. ഹല്ലേലൂയ. ഇവിടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവേ നീ ക്ഷമിക്കണം. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചിക്കണം. കർത്താവേ, ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം ഇറങ്ങണം. ദൈവീക മഹത്വം അവരുടെ മേൽ ഇറങ്ങണം. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലരും കഷ്ടങ്ങളിലും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഒക്കെയാണ്. ഹല്ലേലൂയ. ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. The name of Jesus. ഹല്ലേലൂയ. ബലഹീനതയിൽ കൃപ കൊണ്ട് ഫില്ല് ചെയ്യുന്ന കർത്താവ് ഇന്ന് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത്തെ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ഉം 19-ഉം 20-ഉം വാക്യം വായിക്കാം. അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവർ തന്നോടുകൂടെ പോരട്ടെ എന്ന് അവരോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ ഉള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവരോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്കുള്ളതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. വിടുതൽ കിട്ടുന്ന ഒരുവൻ, ഹല്ലേലൂയ, വിടുതൽ കിട്ടുന്ന ഏതു മനുഷ്യനും കർത്താവ് അവനോട് സംസാരിക്കും. കർത്താവ് അവനോട് പറയും. ഹല്ലേലൂയ. കർത്താവ് നിനക്കത് ചെയ്തല്ലോ, നിന്നെ വിടുവിച്ചത്, നീ സകലരോടും സംസാരിക്കും. ചില സാഹചര്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, നീ ആരോടും ഈ നിനക്ക് കിട്ടിയ അത്ഭുതം, നിനക്ക് കിട്ടിയ വിടുതൽ നീ ആരോടും പറയരുതെന്ന് പറയാം. എന്നാൽ ഈ ദെക്കപ്പൊലി നാട്ടിൽ വചനഘോഷിച്ച, ആ നാട്ടിൽ ദൈവവചനം കർത്താവ് അവനെ വിടുവിച്ചത് മുഴുവനും ഘോഷിച്ച ഈ വ്യക്തിയോട് കർത്താവ് പറഞ്ഞു, നിനക്ക് കിട്ടിയ വിടുതൽ നിന്റെ വീട്ടിലുള്ളവരോടും സകലരോടും നീ പ്രസ്താവിക്കണം. അതുപോലെ തന്നെ ആ ഭൂതഗ്രസ്തൻ ആ ദെക്കപ്പൊലി നാട്ടിൽ പ്രസ്താവിച്ചു. ഹല്ലേലൂയ. എനിക്കിന്നറിയാം, പലരെയും എനിക്കറിയാം. വിടുതൽ കിട്ടുന്നവൻ,
ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു, അല്ല ഒരു പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടിയാൽ ആ പാസ്റ്ററെ മറന്നുപോകും, കർത്താവിനെ. അതാണ് നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ 10 കുഷ്ഠരോഗികൾ ഒരുമിച്ച് വരികയാണ് കർത്താവിന്റെ അടുത്തേക്ക്. 10 കുഷ്ഠരോഗികൾ ഒരുമിച്ച് വരികയാണ്. കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി കർത്താവ് 10 പേരെയും സൗഖ്യമാക്കി. അവരെ സൗഖ്യദായകനായ കർത്താവ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവരുടെ കുഷ്ഠം നീങ്ങി. അവർ സാധാരണ മനുഷ്യരെ പോലെ ശുദ്ധിയുള്ളവരായി തീർന്നു. യഹൂദ നിയമപ്രകാരം കുഷ്ഠരോഗം ബാധിച്ചവൻ ഒരു നഗരത്തിലിറങ്ങാൻ സമ്മതിക്കത്തില്ല, പള്ളിയിൽ കയറാൻ സമ്മതിക്കത്തില്ല. അവന്റെ ജീവിത കാലത്ത് ദൈവത്തിന്റെ ഇറങ്ങി നിൽക്കുന്ന ആലയങ്ങളിലോ പള്ളികളിലോ അവന് സ്ഥാനമില്ല. പള്ളിവർത്തന ഒന്നാമത്തെ കാര്യം. മോശയുടെ കാലത്ത് അവൻ പാളയത്തിന് പുറത്താണ് അവന്റെ ജീവിതം. സമാഗമന കൂടാരത്തിൽ ടബർനാക്കിന്റെ അടുത്ത് അവൻ അടുക്കുവാനുള്ള അവകാശം ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. ഹല്ലേലൂയ. ആ കുഷ്ഠരോഗികൾ പുറത്തു പോകണം. ഹല്ലേലൂയ. ഇന്ന് ഒരു വ്യത്യാസം എന്റെ കർത്താവ്. യഹൂദന്മാർക്ക് നിക്ഷിപ്തമാണ് കുഷ്ഠരോഗം, പക്ഷെങ്കിൽ എന്റെ കർത്താവ്, പലർക്കും ഒരു ധാരണയുണ്ട് കർത്താവ് പെന്തിക്കോസുകാരുടെ ആണെന്നുള്ളത്. തെറ്റാണ് മക്കളെ, തെറ്റാണ്. അവനെ വിശ്വസിക്കുന്ന ആരെയും അവന്റെ സ്വന്തം മക്കളെ പോലെ അവൻ കാക്കും. ഏതു ജാതിക്കാരാണോ ഏതു വർണ്ണക്കാരാണോ നിറവ്യത്യാസമൊന്നുമില്ല കർത്താവിന്റെ മുമ്പിൽ. കറുത്തവന് വെളുത്തവനൊന്നും മതമില്ല, ഭാഷയില്ല, ചർച്ചിന്റെ ലേവലൊന്നുമില്ല. ഇന്ന ചർച്ചുകാരനാണോ അതോ ഇന്ന ചർച്ചുകാരനാണോ അതൊന്നും എന്റെ കർത്താവിനില്ല. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ ഏത് വിഷയമായി കടന്നു വരുന്നോ ആ വിഷയത്തിന് അവന് മറുപടി തന്നിരിക്കും. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ മറികടക്കാത്ത ഒരു ദൈവമാണ് നിന്റെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. The name of Jesus. ഹല്ലേലൂയ. അവൻ നമ്മുടെ പാപത്തിനും വേണ്ടി, രോഗത്തിനും വേണ്ടി, ശാപത്തിനും വേണ്ടിയും മാറാൻ വേണ്ടിയാ സ്വർഗത്തിന്റെ സകല മഹിമകളും അഴിച്ചുവിട്ട് മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവിടെ അവന് വർണ്ണമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അവന്റെ മുമ്പിൽ എന്ത് വിഷയം കൊണ്ടുവരികയാണെങ്കിൽ സൗഖ്യമാക്കി, അല്ലെ അവന് വിടുതൽ ഉണ്ടായിരിക്കും. നമുക്ക് പലർക്കും വലിയ ധാരണയുണ്ട് നമ്മുടെ പെന്തിക്കോസിന്റെ കൂടെയാണ് ദൈവം കൂടുതൽ നിൽക്കുന്നത്. അല്ല കർത്താവ്, അല്ല സുഹൃത്തെ. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഈ 10 കുഷ്ഠരോഗികൾ അവന്റെ അടുത്ത് കടന്നു വരികയാണ്. ഈ കടന്നു വന്നപ്പോൾ ആ 10 പേർക്കും അവൻ സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. 10 പേരും അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. ഒരു കുഷ്ഠരോഗി മാത്രം അവനോട് നന്ദി പറയാൻ വന്നു. ബാക്കി 9 പേരും അവന്റെ അടുത്ത് വന്നില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ നന്ദി അർഹിക്കുന്നവനെന്ന്. ഹല്ലേലൂയ. കർത്താവ് ആരാധന അർഹിക്കുന്നവൻ എന്റെ കർത്താവ്. ഹല്ലേലൂയ. നിന്റെ ഒരു താങ്ക്സ് ഒന്നും കർത്താവിന് വേണ്ട. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രേക്ഷിത സുവിശേഷ യാത്രയിൽ സകലരെ സൗഖ്യമാക്കി
ഭൂതങ്ങളെ വിടുവിച്ചു, പുറത്താക്കി. വചനം പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. അല്ലാതെ കർത്താവിന് മാറ്റം, ഒരു വേർകൃത്യം ഇല്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ചില സന്ദർഭങ്ങളിലാണ് കർത്താവ് നീ ആരോടും ഇതൊന്നും പറയണം. ചില സന്ദർഭങ്ങളിൽ പറഞ്ഞു നീ സകലരോടും പ്രസ്താവിക്കുക. സമരിയയിൽ വന്നപ്പോൾ സമരിയ സ്ത്രീ വെള്ളം കോരുന്നത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കുവാൻ തരണം. ആ കഥയൊക്കെ നമുക്കറിയാം. പക്ഷേ അവളോട് അടുത്ത് വന്നപ്പോൾ കർത്താവ് അവിടെ അന്തരങ്ങളിൽ കടന്നു ചെന്നിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവളോട് പ്രവചനദൂതിൽ അവനോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളതും ഭർത്താവല്ല. ആ വെളിപ്പാട് അവളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ കർത്താവ് ആരാണെന്ന് മനസ്സിലായി. അവൾ ദൈവമാണെന്ന് മനസ്സിലായവനും അവൾക്കുണ്ടായത് മുഴുവനും, അവൾ അനുഭവിച്ചതും ആ കേട്ടതും എല്ലാം അറിഞ്ഞപ്പോ, ദൈവമാണെന്ന് അവൻ മനസ്സിലായപ്പോൾ അവൾ സമരിയയിൽ എല്ലായിടത്തും പോയി അവളെ ഓടിച്ചെന്നവർ. അതുപോലെ ഒരു വ്യക്തിയാണ് ഇന്നിവിടെ വന്ന ഈ നമ്മളിന്ന് വായിച്ച ഈ ഭൂതകസ്ഥൻ. ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ഗദര ദേശത്തേക്ക് യാത്ര ചെയ്യാം. കാരണങ്ങളൊന്നും അവരോട് പറഞ്ഞില്ല. ഒന്നാമതേ ശിഷ്യന്മാർ പാതി വിശ്വാസികളാണ്. പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസവും കോട്ടയമുള്ള തലമുറയെ നിങ്ങളോടുകൂടെ ഞാൻ എങ്ങനെയിരിക്കും. ഒരപ്പൻ കർത്താവ് പത്രോസും യോഹനാനും യാക്കോവുമായി മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവരൊന്നും മലമുകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ദൈവമാണ് യേശു. താഴെ അടിവാരത്തിൽ, മലയുടെ അടിവാരത്തിൽ ഒരപ്പൻ ഒരു മകനുമായിട്ട് വന്നു. ആ കുട്ടിക്ക് ചന്ദ്രരോഗം എന്ന് പറയുന്ന ഒരു അസുഖം പിടിപെട്ടു. പലപ്പോഴും തീരും വെള്ളത്തിലും അവനെ കൊണ്ട് ചാടിക്കാൻ സാധിക്കും. അവന്റെ വായിൽ നൊരയും പതയും വന്നു. അവൻ പലപ്പോഴും പിശാച് അവനെ തള്ളി. അവർ ശിഷ്യന്മാരോട് പറഞ്ഞു, ബാക്കി 9 ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവനെ സൗഖ്യമാക്കണം. നമുക്കറിയാവല്ലോ, മുല്ലപ്പൂം പിടി കിടക്കും, കല്ലിനും ഉണ്ടാകും സൗരഭ്യം. സദൃശവാക്യം 14-ാം അധ്യായത്തിൽ പറയുന്നു, ജ്ഞാനിയോടുകൂടെ നടക്കുന്നവൻ ജ്ഞാനിയാകും. ഹല്ലേലൂയ. ഈ പിതാവ് ഈ 9 പേരോട് എന്റെ അവർക്ക് സാധിച്ചു. അവര് പരാജയപ്പെട്ടു പോയി. അവര് ആ മിനിസ്ട്രിയിൽ അവര് പരാജയപ്പെട്ടു പോയി. ആ ഹീലിംഗ് മിനിസ്ട്രിയിൽ അവർ പരാജയപ്പെട്ടു പോയി. പക്ഷെങ്കിൽ കർത്താവ് മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവനെ കണ്ടു ഭയന്നു. അവനെ ഒരു അശുദ്ധാത്മാവായിരുന്നു പിടിച്ചിരുന്നത്. അവൻ രോഗത്തെ അല്ല ശാസിച്ചത്. ഹല്ലേലൂയ. അവന് കടന്നുകൂടിയ അശുദ്ധാത്മാവിനോട് സംസാരിച്ചു.
കുട്ടിയെ വിട്ട് നീ പോണം, ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞപ്പോ തള്ളിയിട്ട് അവൻ പോയി. അതുപോലെ പലർക്കും വചനമുണ്ട്, അഭിഷേകം. പലർക്കും അഭിഷേകമുണ്ട്, വചനമില്ല. വചനവും അഭിഷേകമുള്ളവർക്ക് ഒന്നും സാധിക്കുന്നുമില്ലാത്ത ഒരു സാഹചര്യങ്ങളാണ്. നീ ഒരു രോഗിയുടെ മേൽ കൈവച്ചാൽ അത് രോഗി സൗഖ്യമാകണം, അല്ല നീ കൈവെക്കാൻ പോകരുത് സുഹൃത്തെ. നീ ഒരു ഭൂതത്തെ ശാസിക്കാൻ പോയാൽ ആ ഭൂതം പോയിരിക്കണം എന്നേക്കുമായി. അല്ലാതെ നിത്യേന വരുന്ന ഭൂതം അല്ല. 16 വട്ടം പാസ് എടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന ആ കൃപാവരം നീ പ്രാപിക്കണ്ട. നീ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്ക. ഭൂതശാന്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദര, ആ കൃപ അഗ്നി അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ വിരല് ചൂണ്ടിയാൽ ഭൂതം പുറത്തു പോവും. നിന്റെ കരസ്പർശം തൊട്ടാൽ രോഗി സൗഖ്യമാവും. അല്ലാത്ത സ്ഥലത്ത് നിനക്ക് കൃപയില്ലെങ്കിൽ, നിനക്ക് ഈ രോഗശാന്തിയില്ലെങ്കിൽ, നിനക്ക് ഭൂതശാന്തിയില്ലെങ്കിൽ, കൃപാവരങ്ങളില്ലെങ്കിൽ നീ ഇതിന് മുതിരരുത്. അത് ക്രിസ്ത്യാനിത്വത്തിന് നാണക്കേടായി മാറും. കൃപയുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കുറെ പ്രവർത്തികളുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, അവിശ്വാസം കോട്ടയമുള്ള തലമുറയെ നിങ്ങളോട് ഞാൻ എത്ര കൂടെ നിൽക്കും. ഹല്ലേലൂയ. ഈ അവിശ്വാസം കാരണം കർത്താവിന്റെ നാമം അവിടെ ദുഷിപ്പിച്ചു പോയത്. കൂടെ നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് പേര് കൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് വരുന്നത് കാണാൻ വേണ്ടി, മലയിൽ നിന്ന് അവൻ ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്ന 10,000-കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് ഈ ശിഷ്യന്മാർ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവിന്റെ കൂടെ നടന്നിട്ട് ഈ 9 ശിഷ്യന്മാർ അവരുടെ ലക്ഷ്യം, അവര് കർത്താവിന്റെ കൂടെ നടക്കണം, കുഴപ്പങ്ങളൊന്നുമില്ലാതെ നടക്കണം. കർത്താവിന് അതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടമില്ലാതായി. ഏലിയാവിന്റെ കൂടെ നടന്ന എലീശ ചെയ്തതിലും ഇരട്ടി അത്ഭുതം ചെയ്തു. അതാണ് നമുക്കെപ്പോഴും. ഞാൻ ഒത്തിരി പാസ്റ്റർമാരുടെ കൂടെ നടക്കുന്നുണ്ട്. പല പാസ്റ്റർമാരെ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാല് അവരിലുള്ള ഒരു അഭിഷേകം നമുക്കൊന്ന് സ്പാർക്ക് ചെയ്യുന്നു. അവരിൽ അടങ്ങിയിരിക്കുന്ന അഭിഷേകങ്ങൾ നമ്മുടെ അവര് കൈവച്ചാൽ നമ്മളിലേക്ക് പകരും. എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഒത്തിരി പേരുടെ കൈവെപ്പ് ഉണ്ടായിട്ടുമുണ്ട്. നമുക്ക് പിതാവ് വേണം, ആത്മീയ പിതാവ് വേണം. എന്റെ ചെറുപ്പത്തിലൊക്കെ ആത്മീയ പിതാക്കന്മാരുണ്ടായിരുന്നു. ആ ഒരു ആത്മീയ പിതാവൊക്കെ മരിച്ചു. നമ്മൾ അവരുടെ, ഞാൻ എപ്പോഴും എനിക്ക് എന്റെ ചർച്ചിലെ പാസ്റ്ററോട് ഞാൻ പറയും, എന്ത് സംശയങ്ങളും വേണം, എന്ത് കാര്യങ്ങളും, പ്രസംഗമൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ ഇട്ടുകൊടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡെലിവറൻസ് ചർച്ച്, ഫോർട്ട് കൊച്ചി, ബിജു CX ചർച്ച് ഞാൻ പാസ്റ്റർ ടിനു ജോർജ്, ഇവരൊക്കെ അടുത്ത് വരുമ്പോ എന്നെ നേരിട്ടറിയാം. ഇവരൊക്കെ അടുത്ത് വരുമ്പോ ഞാൻ അവരെ കൊണ്ടൊക്കെ പ്രാർത്ഥിക്കും.
നമുക്കൊരു പിതാവ് വേണം, ആത്മീയ പിതാവ്, ഒരു ഗൈഡ് വേണം. അവരുടെ കൂടെ നടന്നാൽ അവരിലുള്ള ആത്മാവും അവരിലുള്ള അഭിഷേകമൊക്കെ നമ്മളിൽ പകരും. നമ്മൾ പലർക്കും ഉള്ള ഒരു കുഴപ്പമാണ്, കർത്താവിനെ കിട്ടി അഭിഷേകം പ്രാപിച്ചു അന്ന് മുതൽ സ്വന്തമായിട്ടൊരു ഒറ്റപ്പോക്ക്, മറ്റുള്ളവരെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഒത്തിരി ദൈവദാസന്മാരുണ്ട്. മറ്റുള്ളവരെ അംഗീകരിക്കുന്നത്, എല്ലാവരും അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ലത് എന്തെന്ന് കണ്ടിട്ട് അത് അംഗീകരിച്ചേ പറ്റൂ. ഇപ്പോഴൊക്കെ വലിയ ഉണർവുള്ള പാസ്റ്റർമാരെ എനിക്കറിയാം. ഇവരൊക്കെ ദൈവം അവരെ വിനിയോഗിക്കുന്നത് ആരെങ്കിലും ഒന്ന് കാണാം. ദൈവമൊക്കെ അവരെ വിനിയോഗിക്കുന്നത് ഭയങ്കരമാണ്. എന്റെ കണ്ണും ദൃഷ്ടി കൊണ്ടൊക്കെ നേരിട്ട് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മള് നിർഭയം അവരെ നമ്മൾ കുറ്റം പറയും. ആ രോഗി സൗഖ്യമായത് അവര് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ആരുടെയും പാർട്ട്ണർഷിപ്പുകാരനല്ല. കർത്താവിന്റെ ശക്തി എന്റെ മേൽ. ഞാനൊരു ചർച്ചിൽ വെച്ച്, എന്റെ ചർച്ചിൽ വെച്ച്, അതായത് പുറത്ത് വെച്ച്, വിജുസിയൻസിന്റെ ചർച്ചിൽ വെച്ച്, വിജുസിയൻസ് ചർച്ചിൽ വെച്ച് ആത്മവിവശതയോടെ ഞാൻ തെറിച്ചു പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചു. അന്നെന്റെ കാലിന്റെ ലിഗമെന്റ് പക്ഷെങ്കിൽ ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് അവിടെ വലിയ വേദനയൊന്നുമില്ല. 1.5 വർഷത്തോളം ഞാനത് കൊണ്ട് നടന്നു. പക്ഷെങ്കിൽ ഞാനത് സർജറി ചെയ്ത് ലിഗമെന്റ്. പക്ഷെങ്കിൽ എനിക്ക് അന്ന് കിട്ടിയത് എന്താണെന്നറിയാം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ മൊബൈലിൽ ഈ പ്രസംഗിക്കുന്നത് പോലും അന്ന് കിട്ടിയ അഭിഷേകത്തിന്റെ, അന്ന് കിട്ടിയ ശക്തിയുടെ ബലത്തിന്റെ. അവരോടൊക്കെ ഭയങ്കര നന്ദിയുണ്ട് എനിക്ക്, ഭയങ്കര നന്ദി. ഞാൻ ആരെയും പരാതിയൊന്നും പറഞ്ഞില്ല. കാലിന്റെ പക്ഷെങ്കിൽ കാലിന്റെ ലിഗമെന്റ് പോയെങ്കിൽ അതിനൊക്കെ ദൈവം മാർഗം കാണിച്ചു തരും. പക്ഷെങ്കിൽ അഭിഷേകം നിനക്ക് 5 കോടി രൂപ കൊടുത്താൽ നിനക്ക് കിട്ടുമോ? ഇത് പണം കൊടുത്താൽ കിട്ടുന്ന സംഗതി അല്ല അഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പോട്ടെ, ഈ 9 ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. മറ്റുള്ളവർ കൂടെ കണ്ടു. കർത്താവിന്റെ കൂടെ നടന്നവന്മാർക്ക് ഇതാ ഒരു ചന്ദ്രരോഗിയെ, ഒരു എപ്പിലെപ്സിക്കാരനെ അവനെ സൗഖ്യമാക്കാൻ പറ്റുന്നില്ല. ഇവർക്കൊരു പനി പോലും ഇവർക്ക് പ്രാർത്ഥിച്ച് നേരെയാക്കാൻ പറ്റുന്നില്ല. കർത്താവ് അതാ അവരെ ശാസിച്ചു. മനസ്സിലായി? കർത്താവിന്റെ നാമം ദുഷിക്കുന്നു. അതുകൊണ്ട് നിനക്ക് കൃപാവരമില്ലെങ്കിൽ, കൃപയില്ലെങ്കിൽ രോഗശാന്തിക്കും ഭൂതശാന്തിക്കും പോകല്ലേ. ഹല്ലേലൂയ. The name of Jesus. The name of Jesus Christ. ഹല്ലേലൂയ. ഈ കർത്താവ് ഗദരദേശത്തേക്ക് യാത്ര തിരിക്കുക. ചെറുപടകുകളുണ്ട്, കർത്താവിന്റെ പടക് പോകുന്നു, ശിഷ്യന്മാരുമുണ്ട്. കൂടെ ചെറുപടകുകളൊക്കെ ഉണ്ട്, മീൻ പിടിക്കാൻ പോകുന്നു, ചെറിയ പടകുകളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചുഴലിക്കാറ്റുണ്ടാകുക. ചുഴലിക്കാറ്റെന്ന് തന്നെ എഴുതിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഒരു ചുഴലിക്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനം തന്നെ അങ്ങ് നീങ്ങിപ്പോവും. ഹല്ലേലൂയ. അത്ര ചുഴലിക്കാറ്റ് വന്നിട്ട് വള്ളം മുങ്ങത്തക്ക രീതിയിൽ വെള്ളം മുഴുവൻ വഞ്ചിയിൽ കയറി പായൊക്കെ തെറിച്ചു പോകാൻ തുടങ്ങിയപ്പോ എന്റെ കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു സുഖമായിട്ട്. The name of Jesus. Hallelujah. ശിഷ്യന്മാർ തണ്ടുവലിച്ചു മടുത്തു. അവർ തണ്ടുവലിച്ചു മടുത്തു. ഹല്ലേലൂയ. കാറ്റിന്റെയും കോളിന്റെയും ശക്തി ഏറി തുടങ്ങുക. ഹല്ലേലൂയ.
കാറ്റുകൊണ്ട് കോളുകൊണ്ട് തിരമാലകൾ അലറിയെടുക്കുന്ന തിരമാലകൾ, ഹല്ലേലൂയ, വള്ളത്തിലേക്ക് കയറി വരുന്ന തിരമാലകളിലുള്ള വെള്ളത്തെ, ഹല്ലേലൂയ, കണ്ട് ഭയന്നുപോയി ശിഷ്യന്മാർ. എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഭയമുണ്ടായത്? മരിച്ചവരെ ഉയർപ്പിച്ച നാഥന്റെ കൂടെ അല്ലേ നീ യാത്ര ചെയ്യുന്നത്? ആ ദൈവത്തിന്റെ ശിഷ്യന്മാരല്ലേ നിങ്ങൾ? നിങ്ങൾക്കെന്താ പേടി? നിങ്ങൾക്കെന്താ ഭയം? ലാസറിനെ ഉയർപ്പിച്ചവൻ, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചവൻ, നായിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻ, ഇതെല്ലാം കണ്ടവൻ, കാണുന്നവൻ. ശിഷ്യന്മാർ 12 പേരും ഭയപ്പെട്ടു പോയി ഒരു കാറ്റ് വന്നപ്പോ. ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തിയേറിയ തിരമാലകൾ പോലുള്ള പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, നിങ്ങൾക്ക് താങ്ങാമേലാത്ത കാറ്റുകൾ നിന്റെ വീട്ടിൽ അടിക്കുമ്പോൾ, സാമ്പത്തികമാവട്ടെ, രോഗമാവട്ടെ, എന്തു വിഷയങ്ങളുമാകട്ടെ, ഹല്ലേലൂയ, ചുഴലി കാറ്റ് പോലെ അടിക്കുന്ന നിന്റെ വീട്ടിലേക്കുള്ള ഈ പ്രശ്നത്തിന് മതിയായവൻ, ഹല്ലേലൂയ, നിന്റെ ആമരത്തെ തലയണ വെച്ച് ഉറങ്ങുകയാണെങ്കിൽ നീ ഗുരുവിനെ ഒന്ന് ഉണർത്തിക്കഴിഞ്ഞ രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ ഉണർത്തുന്നത് രാത്രി. ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന് ദൈവം മറുപടി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, the name of Jesus. പത്രോസ് നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് കാണുന്നില്ല. കർത്താവ് എണീറ്റു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കാറ്റ് കോളുന്നു, കടൽ ശാന്തമായി. തമ്മിൽ തമ്മിൽ പറയും, കാറ്റും കടലും തിരമാലയും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. യേശുവേ, in the name of Jesus Christ. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തോടു കൂടി നീ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഏത് അശുദ്ധാത്മാവും വിട്ടും പുറത്തു പോകും. ഹല്ലേലൂയ. നിനക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഡോളോ കഴിച്ചു മാറാവുന്ന പനി പോലും നിനക്ക് തൊട്ട് പ്രാർത്ഥിച്ച് മാറ്റാൻ മേലാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നാഥനാണ് ശാസിച്ചത്. ഹല്ലേലൂയ. കർത്താവിന് പല പദ്ധതികളുണ്ട്. അവന്റെ റൂട്ട് വേറെയാ. ശിഷ്യന്മാർക്ക് കാണപ്പെടുന്ന റൂട്ടല്ല അവന്റെ റൂട്ട്. പലരോടും പല കാര്യങ്ങളും മറച്ചു വെച്ച കർത്താവ് പോകുന്നത്. ഹല്ലേലൂയ. ഇത് എങ്ങോട്ടാ പോകുന്നത്? ഹല്ലേലൂയ. ഗദരദേശത്ത്, ഹല്ലേലൂയ, 6000 ഭൂതങ്ങൾ ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ, ഹല്ലേലൂയ, അവന്റെ അമ്മയപ്പന്മാര് അവനെ ഉപേക്ഷിച്ചു. ഒരു നാട്ടുകാര് ഉപേക്ഷിച്ചു. ബന്ധുമിത്രാദികൾ, ചർച്ചക്കാര് മുഴുവൻ അവനെ ഉപേക്ഷിച്ച്. ഹല്ലേലൂയ. അവൻ കല്ലറയിലാണ്. അവന്റെ പാർപ്പ്. ഒരു മനുഷ്യന്റെ അവസാനമാണ് കല്ലറ. നമ്മൾ എത്ര വലിയ മഹാന്മാരാണെന്ന് പറഞ്ഞാൽ പോലും അവന്റെ അന്ത്യം കല്ലറയില. ഹല്ലേലൂയ. ആ കല്ലറ വരെ ഉള്ളൂ മനുഷ്യന്റെ ബന്ധം. അവിടെ കൊണ്ട് ആ ബന്ധം തീരുക. അല്ലാതെ നീ 2 മാസം കല്ലറയുടെ മണ്ടയ്ക്കിറന്ന് ഉറങ്ങത്തൊന്നുമില്ല. ഏത് ഭാര്യയാണേലും ഭർത്താവാണേലും മക്കളാണേലും ചാർച്ചക്കാരൻ ബന്ധുമിത്രാദികളും എല്ലാം, ഹല്ലേലൂയ, കല്ലറ വരെ ഉള്ളൂ. ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാരൻ ജീവിച്ച് തീർക്കണ്ട ഈ യൗവനം അവൻ കല്ലറയെ തീർക്കുകയാണ്. ഹല്ലേലൂയ. കല്ലറയിലാണ് അവന്റെ പാർപ്പ്.
അവൻ അവിടെ രാത്രികളിൽ അവൻ അലറുന്ന സൗണ്ട് കേട്ടാണ് ആ നാട്ടുകാർ ഭയപ്പെട്ടിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ തേടിയാണ് എന്റെ കർത്താവ് വന്നത്. അറിയാവോ? ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന എന്റെ ജനമേ, ഹല്ലേലൂയ, ചെറുപ്പക്കാരെ, വിശ്വാസികളെ, ദൈവദാസന്മാരെ, നിങ്ങൾക്ക് ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങൾ ഏതെങ്കിലും അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ടോ? ദുഃഖത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടോ? പൈശാചിക ബന്ധനങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇരുട്ടറയിൽ നിങ്ങൾ തള്ളപ്പെട്ടിട്ടുണ്ടോ? ആരും നോക്കാതെ, ആരും ഗവനിക്കാതെ ഇരുട്ടറയിൽ നിങ്ങൾ തള്ളപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അരുമനാഥനായ കർത്താവ് നിങ്ങളെ ഇന്ന് ഹല്ലേലൂയ നിന്നെ തൊടും. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് സകലരും അവനെ മറന്നു. അവന്റെ അടുത്ത് ആരും പോകാറില്ല, അവൻ ആഹാരം കൊടുക്കാറില്ല. ഇവനൊരു കുടുംബമില്ലേ? ശരിക്കും ഇവനൊരു അപ്പനില്ലേ, അമ്മയില്ലേ, സഹോദരന്മാരില്ലേ? കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഭാര്യ വരെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ തിരക്കിയാണ് എന്റെ കർത്താവ് വരുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പെന്തിക്കോസുകാരെ മാത്രമൊന്നും അല്ല തിരക്കി വരുന്നത്. കർത്താവിനെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അന്ധകാരത്തിന്റെ പടുകുഴിയിലേക്ക് അകപ്പെട്ട് പോകുന്നുണ്ടോ? അവരെ തേടിയാണ് എന്റെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവനെ കണ്ടപ്പോൾ തന്നെ അവന്റെ അടുത്ത് വന്നിട്ട് കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, സമയത്തിനു മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കരുത്. എനിക്ക് നിനക്ക് സാത്താനെ, അവനെ വിട്ടു പോ എന്ന് പറഞ്ഞു. സാത്താൻ വിട്ടുപോയി. അവൻ അതിനു മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അവൻ കർത്താവ് അവനെ നേരത്തെ ശാസിച്ചിരുന്നു. ഹല്ലേലൂയ. അവനെ നേരത്തെ ശാസിച്ചിരുന്നു. അക്കരെ ഗലീലയിൽ നിന്ന് വരുന്നതിന് മുമ്പേ അവനെ ശാസിച്ചിട്ടാ വന്നത്. ഹല്ലേലൂയ. ആ ഭൂത 6000 എണ്ണത്തെ ശാസിച്ചിട്ടാണ് എന്റെ അരുമനാഥൻ ആ ഗലീല കടല് കടന്നു വരുന്നത്. ഹല്ലേലൂയ. അതിന്റെ ഒരു വരാതിരിക്കാനുള്ള സാത്താന്റെ തത്രപ്പാടാണ് ഞാൻ കാണിച്ചത്. മനസ്സിലായോ? The name of Jesus. Hallelujah. അവൻ ഭൂതം പറഞ്ഞു. 6000 ഇരിക്കുന്ന ഭൂതം പറഞ്ഞു. ലഗിയോൻ ബാധിച്ച ഭൂതം പറഞ്ഞു, ഞങ്ങളെ ആ മേഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പന്നികളുടെ ഇടയിലേക്ക് അതിന് അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ കടലിൽ വീടും. അത് കഴിഞ്ഞ് എന്റെ കർത്താവ്
വിടുതൽ പ്രാപിച്ചിട്ട് കർത്താവിനെ മറന്ന് വിടുതൽ കൊടുത്ത പ്രാർത്ഥിച്ച ആശ്രയം മറന്ന് പോകുന്നതല്ല സുവിശേഷം. കുറച്ചു നാളത്തേനേ ഉള്ളൂ ആ വിടുതൽ കേട്ടോ. സഹോദര സഹോദരി, നിനക്ക് വിടുതൽ തന്ന കർത്താവിന്റെ പാത പിന്തുടർന്ന് പോണം. കർത്താവിന്റെ അടുത്ത് മുട്ടുകുത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുക, ഞാനും നിന്റെ കൂടെ വന്നോട്ടെ. ആ കർത്താവിനെ കണ്ടപ്പോ ഉണ്ടല്ലോ ഇതുമാത്രം സന്തോഷമുണ്ടല്ലോ. ഒരു മനുഷ്യനും വരാത്ത സ്ഥലത്ത് തന്നെ തേടി ആരും വരത്തില്ല. ഒരു ആഹാരസ്ഥാനം പോലും ആരും വലിച്ചെറിഞ്ഞു പോലും കൊടുക്കത്തില്ല. അവനെങ്ങനെ ജീവിക്കുന്നെന്ന് പോലും ആ നാട്ടുകാർക്കും അവന്റെ വീട്ടുകാർക്കും അറിയാം. പക്ഷെ ആ സ്ഥലത്ത് വന്നു അവനെ സ്വതന്ത്രമാക്കി വിട്ട ആ അരുമനാഥന്റെ അടുത്തല്ലാതെ പിന്നെ ഞാൻ എവിടെ പോകും? എന്നെ തള്ളിയ വീട്ടിലോ, എന്നെ തള്ളിയ നാട്ടുകാരുടെ അടുത്ത് കർത്താവ് പറഞ്ഞു, നിന്റെ വീട്ടുകാർ നാട്ടുകാർ കർത്താവ് ചെയ്ത നന്മയെ നീ കാണിച്ചു. അങ്ങനെ അവനോട് പറഞ്ഞു, ആ പറഞ്ഞതുപോലെ ചെയ്തു. പലപ്പോഴും കർത്താവ് നമ്മൾ പറയുന്ന പോലെ നമ്മളൊന്ന് ചെയ്ത് സഹോദര സഹോദരി ദൈവജനമേ, നമ്മൾ ഒരു സഭയുടെ മേൽ ഇതൊന്നും കർത്താവിനെ നോക്കി മാത്രം പോയിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഇതൊക്കെ മെസ്സേജൊക്കെ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുമായിരിക്കും. എന്നാലും ഞാൻ നിങ്ങളോട് പറയും, നമ്മൾ വ്യൂവേഴ്സ് കൂട്ടാനോ സബ്സ്ക്രൈബ് കൂട്ടാനോ ലൈക്ക് അടിക്കാനോ ഒന്നും അല്ല ഇതിൻ്റെ എന്തോ. എത്രയും പേർക്ക് കർത്താവ് നന്മകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. കർത്താവ് എല്ലാവരെയും തിരക്കൊന്നുമല്ല വന്നത്. 99 ഒറ്റ പോയ കർത്താവ് എൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അവൻ പാപികളെ തേടിയാ വന്നത്. തീയിലേക്ക് പോകുന്ന ഒരു ജനത്തിന്റെ പിടിച്ചെടുത്ത് സ്വർഗത്തെ നിറയ്ക്കാനാ പോകുന്നത്. നരകത്തെ പൊളിച്ചടുക്കിയിട്ട് സ്വർഗത്തെ നിറയ്ക്കാൻ വേണ്ടിയാ എന്റെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആ കർത്താവിനെ ഒന്ന് കണ്ടപ്പോ ഉണ്ടല്ലോ, അവന് സ്വതന്ത്രമായപ്പോ ഉണ്ടല്ലോ, അവനെ താഴേക്കാവുന്ന പിശാച് ഇറങ്ങി പോയപ്പോ ഉണ്ടല്ലോ, കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോ പറയാം, നിന്റെ വീട്ടിലും അമ്മയ്ക്കും അമ്മയൊക്കെ പിന്നീട് അവിടെ എഴുതിയിരിക്കുന്ന പുലി നാട്ടിൽ അവന്റെ അവൻ വാചകം സുവിശേഷം ഘോഷിച്ചു. ഇത് മുഴുവൻ പ്രസ്താവിച്ചു പ്രസംഗിച്ചു നടന്നവൻ. അവൻ അവിടുത്തെ ഒരു അപ്പോസ്തലനായി മാറി. ആരെങ്കിലും ബന്ധനസ്ഥനായി അശുദ്ധാത്മാവിന്റെ പിടി കിടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ ഇന്ന് രാത്രി നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിശാചുകളെ ശാസിക്കുക. സ്വതന്ത്രമായി പുറത്തു വരട്ടെ. യേശുവിന്റെ വഴിയിലൂടെ നടക്കട്ടെ. യേശുവിന്റെ കാൽക്കീഴി വരട്ടെ. ദൈവത്തിന്റെ യേശുവിന്റെ കാലം നിന്റെ തലവേലിരിക്കട്ടെ. ഈ വചനങ്ങളാൽ